ഷഹബാസ് പരീക്ഷ എഴുതേണ്ടിയിരുന്ന താമരശ്ശേരിയിലെ MJHS സ്കൂളിൻ്റെ മുന്നിൽ സമീർ സി മുഹമ്മദുണ്ട്. സമീർ നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, വളരെ കണ്ണീരുണങ്ങി പിടിച്ച പരീക്ഷാ ഹാളായിരിക്കുമല്ലോ അത്, പറയൂ. തീർച്ചയായും SKN സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഹൃദയവേദനയോട് കൂടിയാണ് സഹപാഠികളൊക്കെ ഇന്ന് ഈ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 49-ാം നമ്പർ മുറിയിലാണ് ഇതിൻ്റെ പരീക്ഷാ ഘട്ടത്തിലേക്ക് ഒക്കെ, അതായത് ഇതിൻ്റെ ടെസ്റ്റ് പരീക്ഷകളൊക്കെ നടന്ന വേളയിലൊക്കെ ഷഹബാസിന് സീറ്റ് ലഭിച്ചിരുന്നത്. അതേ സീറ്റിൽ തന്നെയാണ് ഇന്ന് ഷഹബാസ് പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. അവിടെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് രജിസ്റ്റർ നമ്പറൊക്കെ തന്നെ ഇടുന്നു. ആ വേളയിലൊക്കെ അധ്യാപകർക്കും അതുപോലെ ഇവിടുത്തെ ജീവനക്കാർക്കും വലിയ വേദനയാണ്. ആ രജിസ്റ്റർ നമ്പർ ഷഹബാസിനെയും കാത്തിരിക്കുകയാണ്. ഇനി ഒരിക്കലും വരില്ല അറിയാം, പക്ഷേ ഷഹബാസിനായി ആ നമ്പർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആ സ്കൂളിലെ ആ ക്ലാസ്സിലെ ഈ 49-ാം നമ്പർ മുറിയിലെ അവസാനത്തെ വിദ്യാർത്ഥിയാണ് ഷഹബാസ്. അതുകൊണ്ട് തന്നെ ആ ഡെസ്കിൽ മാത്രമല്ല ആ ബ്ലാക്ക് ബോർഡിൽ പോലും ആ നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ വലിയ സ്വപ്നങ്ങളുമായി എത്തിയ ആ വിദ്യാർത്ഥിയാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൽ, അത്തരത്തിലുള്ള അക്രമത്തിൽ അത് കൊല്ലപ്പെട്ടത്. അതിൻ്റെ ഒരു വലിയ വേദന അധ്യാപകർക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്, അതുപോലെ തന്നെ മറ്റ് സഹപാഠികൾക്കെല്ലാം തന്നെയുണ്ട്. ആ ഒരു വേദനയിൽ തന്നെയാണ് MJ ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത്, ഈ നാടൊന്നാകെയുള്ളത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാൽ നമ്മളോട് സംസാരിച്ചത്. ഇന്ന് തൻ്റെ മകൻ 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ പ്രതികളായ 5 പേരും ഇന്ന് പോലീസിൻ്റെ സംരക്ഷണത്തിൽ പരീക്ഷ എഴുതുകയാണ്. അതിൻ്റെ ഒരു നടുക്കുന്ന വേദന, അത് സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ തെറ്റായ പ്രവണത മാറണം. കോപ്പി അടിക്കുന്ന ആളുകൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിക്കുന്ന നാട്ടിൽ പക്ഷേ ക്രിമിനലുകളായ, അതായത് ഒരു കൊലപാതകം നടത്തിയ പ്രതികളായ ആ 5 പേർക്കും ഇത്തരത്തിൽ പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുന്നു. അത് എന്ത് സന്ദേശമാണ് നൽകുക ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. നിറ കണ്ണുകളോടുകൂടിയാണ് അദ്ദേഹം ആ ചോദ്യം ചോദിക്കുന്നത്. ഷഹബാസ് പരീക്ഷ എഴുതേണ്ടിരുന്ന താമരശ്ശേരി MJHS സ്കൂളിൻ്റെ മുന്നിൽ നിന്നാണ് നമുക്കൊപ്പം സമീർ ചേർന്നത്. ആ ക്ലാസ് റൂം പ്രേക്ഷകരുകൾ കൂടെ കണ്ടു. ഈ ബെഞ്ചിലിരുന്നാണ് ഈ ഷഹബാസ് പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഈ നരാധമന്മാർ ഈ കുട്ടിയുടെ ജീവൻ ഒടുക്കിക്കളഞ്ഞത്. വളരെ ഭീകരമായ കൊലപാതകം തന്നെയാണ്. മുതിർന്നവരെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കൊലയാണ് വളരെ ആസൂത്രിതമായി അരങ്ങേറിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികൾ കുട്ടിത്തം കൈവിട്ട് മുതിർന്നവരുടെ വഴികളിൽ സഞ്ചരിക്കുന്നു. മാത്രമല്ല ഇവരുടെ വീടിൻ്റെ പശ്ചാത്തലമൊക്കെ തന്നെ ഇതിന് അനുകൂലമാണ് എന്നുകൂടിയുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നു, അമ്പരപ്പെട്ട് നമ്മൾ നിൽക്കുന്നു.